ബീഫ് സ്റ്റൂ ആണ്. അതിനാവശ്യമായിട്ടുള്ളത് 1 പാല് വേണം. ഇത് 2 3 ക്യാരറ്റ് ഉരുളക്കിഴങ്ങും ബോയിൽ ചെയ്ത് കട്ട് ചെയ്തത്, മുന്തിരിയും കാഷ്യൂനട്ടും, കുറുകാനായിട്ട് കുറച്ച് റവ, സവാള, പച്ചമുളക്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുറച്ച് കുരുമുളക്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് പട്ടയും ഗ്രാമ്പും ഒന്ന് ചൂടാക്കാം. ഞങ്ങളുടെ ഇവിടുത്തെ പെരുന്നാളാണ്, സമ്പാള് വെച്ച. ഞങ്ങളിന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പവും സ്റ്റൂവും ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും സവാള ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും ഇതൊന്ന് അരിഞ്ഞ് ബ്രൗൺ നിറത്തിലാവുന്ന വരെ പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് ഗ്രീൻ പീസും കൂടി ഇടാം. ഗ്രീൻ പീസ് ഞാനിവിടെ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് നമുക്ക് ബീഫ് ഇടാം. അങ്ങനെ വേണേ നമുക്ക് പിന്നെ വെജിറ്റബിൾ സ്റ്റൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബീഫ് ഒഴിവാക്കാം. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ കോളിഫ്ലവർ, ബീൻസ്, ഗ്രീൻ പീസും നമുക്കിടാം. ജസ്റ്റ് ഒന്ന് ബ്രൗൺ നിറത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇടാം. നമുക്ക് കുറുകാൻ വേണ്ടിയിട്ട് കുറച്ച് റവ, ഇവിടെ 1 സ്പൂൺ റവ മതി. നമുക്കൊന്ന് മറ്റേ വൈറ്റ് കളർ ഇഷ്ടമല്ല, യെല്ലോ കളറാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഉണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗ്രേവിയും കൂടെ ഇട്ട് അതുകൊണ്ട് നമുക്കൊന്ന് ഞങ്ങൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നുള്ളൂ. ഞങ്ങളാകെ 3 പേരുള്ളൂ. ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ശേഷം നമ്മൾ പാല് 3 പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 3ാമത്തെ പാൽ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കണം. ഞാൻ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചത് ഇതിനാണ്. ഇത് നമുക്ക് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ബോയിൽ ചെയ്ത് വേവിച്ചത് ഇട്ടു.
ശേഷം നമ്മുടെ രണ്ടാം പാല്, ഗ്രീൻ പീസ് ഇട്ടില്ല, ഗ്രീൻ പീസും കൂടി നമുക്ക് ഗ്രീൻ പീസ് ലാസ്റ്റ് ഇട്ടാൽ മതി, വേവിച്ച് വെച്ചേക്കണം. രണ്ടാം പാലിട്ട് നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച ഉപ്പൊക്കെ ചേർത്തതുകൊണ്ട് നോക്കിയിട്ട് ചേർക്കാം. ചുപ്പ് ഒന്ന് തിളയ്ക്കട്ടെ. അങ്ങനെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഈ സമയം കൊണ്ട് കുറച്ച് കാഷ്യും ഇതും വറക്കാം. കാഷ്യൂ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്നാം പാൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മുന്തിരിയും ഇതൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് കുറച്ച് സ്വീറ്റ്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് പഞ്ചസാരയും കൂടി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റൂ റെഡിയാവും. നമുക്കിത് മൂടി വെച്ചാൽ നമ്മുടെ സ്റ്റൂ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, ബൈ. ഞങ്ങളുടെ അപ്പവും സ്റ്റൂ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡായിട്ട് സംതിങ് സ്പെഷ്യൽ ബീഫ് റോസ്റ്റ്